പണ്ട് സാറിന്റെ ഒരു ഡിബേറ്റ് ഞാൻ കണ്ടു, ഡിബേറ്റ് ഷോ ലൈക്ക് ജീൻസിന് ഇഷ്യൂ വെച്ചിട്ട്. അപ്പൊ ഇപ്പോഴത്തെ പല കാരണങ്ങളും പല ഇഷ്യൂസ് ഉണ്ടാവാനും പല രീതിയിൽ കമന്റ്സ് ബാഡ് ആവാനും വസ്ത്രധാരണം ഒരു കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ഈ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയൊക്കെ സജീവമാകുന്നതിന് മുമ്പ് ചാനൽ ചർച്ചകളിലൂടെ ആദ്യമായി വസ്ത്രധാരണങ്ങൾക്കെതിരെ, മോശപ്പെട്ട വസ്ത്രധാരണങ്ങൾക്കെതിരെ കേരളത്തിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ആഞ്ഞടിച്ചു തുടങ്ങിയ ആദ്യ വ്യക്തി ആരാണ്? ഉറക്കെ പറ. ഞാൻ തന്നെയാണ്. എത്രയോ വർഷക്കാലം ഞാൻ ലെഗിൻസിനെതിരെ പറഞ്ഞു. ഓർമ്മയുണ്ടാവും പണ്ട്. അല്ലേ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലെഗിൻസിനെതിരെ. ഇപ്പൊ ഞാൻ പറയില്ല, പണ്ട് ലെഗിൻസിനെതിരെ. അത് ലെഗിൻസ് ഇടുന്നതിനെതിരെയല്ല, അശ്ലീലമായ ലെഗിൻസ് പ്രദർശിപ്പിച്ച് കാഴ്ചകൾ കുട്ടികളിലെ ലൈംഗികതയെ ഉദ്ദീപിപ്പിക്കുമെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. കാഴ്ചയാണ്. സോഷ്യൽ മീഡിയയിലെ ഈ റീൽസ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലെ റീൽസിൽ പകുതി ശരീരം പ്രദർശിപ്പിച്ചും മുക്കാൽ പ്രദർശിപ്പിച്ചും കുട്ടികളിത് കാണുമ്പോൾ അവരുടെ എൻഡോക്രൈൻ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് അവരുടെ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ തെറ്റു പറയാൻ പറ്റില്ല. വസ്ത്ര സ്വാതന്ത്ര്യം അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞതാണ്. അപ്പൊ ഈ ധാരണത്തിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളിൽ അടി വാങ്ങി പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ആണല്ലോ. അതുപോലെ തന്നെ ടൈറ്റ് ജീൻസ് ഇടുന്നതിനെക്കുറിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും, അത് ട്രിവാൻഡ്രം വിമൻസ് കോളേജിൽ പെൺകുട്ടികളുടെ മുമ്പിൽ ഞാനിത് പറഞ്ഞപ്പോൾ പെൺകുട്ടികൾ നിന്നായിപ്പോയി. അവിടെ ആൺകുട്ടികളില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ചാത്തന്നൂർ NSS കോളേജിൽ ഇത് ഞാൻ പറഞ്ഞു, അവിടെ പെൺകുട്ടികൾ അന്നുണ്ടായിരുന്നു, അവരെല്ലാം ഹാപ്പി ആയിരുന്നു. അപ്പോൾ എന്നെ മാത്രം പിടിച്ച് ഞാൻ പെൺകുട്ടികളെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ അലക്കി. അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇന്നത്തെ ഈ അരാജകത്വത്തിനെ കുറിച്ച് ശക്തമായി വിളിച്ചു പറയുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്ന എന്നെ അന്ന് കൂടം കൊണ്ടടിച്ച് നിരത്തി സൈലന്റ് ആക്കി നിർത്തി. ഇപ്പം ഞാൻ നിർത്തി. എനിക്ക് അഭിമാനത്തോടെ പറയാം, കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് വരെ ഇത്രത്തോളം മോശപ്പെട്ട രീതിയിലുള്ള അവസ്ഥകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും സാമൂഹിക പശ്ചാത്തലത്തിലും കുട്ടികളുടെ ഇടയിൽ, വ്യക്തികളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണോ തെറ്റാണോ സന്തോഷം? ഇക്കഴിഞ്ഞ 5 വർഷം കൊണ്ട് തകർച്ചകളുടെ ഒരു മാസീവായിട്ടുള്ളത്. ഇനി ഇത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. അതുകൊണ്ട് എൻ്റെ പാരൻസ്, എൻ്റെ രക്ഷകർത്താക്കളെ, നിങ്ങളുടെ മക്കളെ ചെറുതിലേ തന്നെ നല്ല മൂല്യങ്ങളുള്ള സിനിമകൾ കാണിച്ച്, സിനിമയ്ക്കുള്ളൊരു ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിലൂടെ കാണാം, ചെവിയിലൂടെ കാര്യങ്ങൾ കേൾക്കാം, മനസ്സിലത് ഫീൽ ചെയ്യാം, ബുദ്ധിയിലൂടെ ചിന്തിക്കാം. പെട്ടെന്ന് നമുക്ക് ഗുണങ്ങൾ കിട്ടാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് സിനിമയായാലും സീരിയലായാലും. പക്ഷേ മോശമാണ് കിട്ടുന്നതെങ്കിൽ അതും സൂക്ഷിക്കണം. അപ്പം നല്ലത് കിട്ടുന്ന നല്ല സിനിമകൾ അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ നല്ല എല്ലാ സിനിമകളും സോപ്പിടാൻ വേണ്ടി നല്ല സിനിമകൾ, നല്ല സീരിയലുകൾ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പ്രേംകുമാർ സാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ശരിയുണ്ട്. അപ്പം നല്ല സിനിമകളെ നിങ്ങൾ കൈവിട്ട് കളയരുത്. നല്ല സിനിമകളുടെ കൂട്ടത്തിലെ ഒരു നല്ല സിനിമയാണ് സൂപ്പർ ജിംനി, ഷീ വാസ് റൈറ്റ് എന്ന് പറയുന്നത്. ഒന്നാലോചിച്ചാൽ ആദ്യം മീനാക്ഷിയല്ലേ നായിക, പിന്നെ ബാക്കി 30ഓളം ആർട്ടിസ്റ്റുകൾ, സിനിമ ഇൻഡസ്ട്രിയിലെ ആർട്ടിസ്റ്റുകളാണ്. അവരെല്ലാം അതിനകത്തുണ്ട്. കോളനി ബേസ് ചെയ്തും ഫാമിലി ബേസ് ചെയ്തും ടൗൺ അങ്ങനെ ഒരുപാട് സ്കൂളുകൾ ബേസ് ചെയ്തും പോകുന്ന ഏറ്റവും വാല്യൂ ഉള്ള നമ്മുടെ സത്യനന്ദിക്കാട് സാറിൻ്റെ ചിത്രം പോലെയുള്ള നല്ല നാട്ടിൻ പുറത്തെ നല്ലൊരു ഫാമിലി എൻ്റർടൈനറായിട്ടുള്ളത്. പിന്നെ അതിനകത്തൊരു ത്രൂ ഔട്ട് വേഷം ചെയ്തു. ഞാനിപ്പോൾ ഏകദേശം അത് സർപ്രൈസ്, ഏത് വേഷം എന്നുള്ള സർപ്രൈസാണ്. ഞാനിപ്പോൾ 26ഓളം സിനിമകൾ ചെയ്തു, 6ഓളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയ സിനിമകൾ പലതും ചെറിയ പ്രൊഡ്യൂസർമാരുടെയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഓണത്തിനൊരു സിനിമ ഇറങ്ങി, അത് നല്ല പടമായിരുന്നു, ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. അത് ഷാജി കൈലാസാറിൻ്റെ മകൻ ആണ് ആ നായകൻ, അബു സലീമൊക്കെ ഉണ്ടാവും. ഞാൻ നല്ല വേഷമാണ് ചെയ്തത്. പക്ഷേ എൻ്റെ ആ സമയത്താണ് കിഷ്കിന്ദ കാണ്ടോ ARM ഇറങ്ങിയത്. വലിയ പടങ്ങളുടെ ഇടയിൽ നമ്മുടെ കുഞ്ഞു പടം മുങ്ങിപ്പോയതുകൊണ്ട് എൻ്റെ പെർഫോമൻസ് പലർക്കും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും എന്താ പേടിച്ചിരിക്കുകയാണ്. നാളെ 5 or 6 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ മനോഹരമായ സൂപ്പർ ജിംനി, ഷീസ് റൈറ്റ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നത്. അത് മുങ്ങിപ്പോവരുത്. കാരണം നമ്മുടെയൊക്കെ ഒരു ഭയങ്കര പ്രതീക്ഷകളാണ്. കാരണം ഞങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗങ്ങൾ നിർത്തിയാലും ഏത് രീതിയിലും നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. ഇനി വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരെണ്ണം ഞാൻ പറയും. നമുക്കൊരു ഡ്യൂട്ടി വരികയാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു അവസരം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, അല്ലെങ്കിൽ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് നമ്മൾ പോകുമ്പം നമ്മൾ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ചാൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കും, ഇല്ലേ? അപ്പോൾ നമ്മളൊരു പാർട്ടി വെയറായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ കോളേജിൽ യൂണിഫോം ഡ്രസ്സായി പോകുന്നത് എന്തായാലും ബീച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകില്ല. ബീച്ചിൽ പോയി നമ്മൾ ബീച്ചിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനടുത്തുള്ള ഡ്രസ്സായിരിക്കും ഇട്ടുകൊണ്ട് പോകുന്നത്. അതൊരു നമ്മുടെ വകതിരിവും നമ്മുടെ ബോധവും നമ്മുടെ ചിന്താശേഷിയുള്ളതാണ്. പക്ഷേ ഞാനൊരു പ്രോഗ്രാമിന് പോകുമ്പം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് എനിക്ക് റോൾ തരുമ്പോൾ
അതിൽ ആ ഡയറക്ടർ പറയാണ് തിരക്കഥയിൽ PK-യിൽ അമീർ ഖാൻ ചെയ്തതുപോലെ രജിത് കുമാറിന് ഒരു ന്യൂഡ് വേഷമുണ്ട്, അല്ലെങ്കിൽ ഒരു കോണാകം ഉടുത്തിട്ട്, കോണാകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കൗപീനം എന്നൊക്കെ പറഞ്ഞിട്ട് ഉടുക്കുന്ന ഒരു ചെറിയ സാധനം ഉടുത്തിട്ട് വേണം ഇത് ഇങ്ങനെ തെരുവിലൂടെ നടക്കാൻ. ഞാൻ അത് റെഡിയാണ്. കാരണം എന്താ, ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ക്രിപ്റ്റും സിനിമയെ ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ ഏത് ക്യാരക്ടർ ചെയ്യാനും ഞാൻ തയ്യാറാണ്. മനസ്സിലായി? ഇപ്പം തന്നെ പായൽ കബാഡിയുടെ അവാർഡ് കിട്ടിയ ഫിലിം ഉണ്ടല്ലോ, നമ്മുടെ മലയാളം ഹിന്ദിയിലൊക്കെ എടുത്ത, ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം. അതെ, അപ്പോൾ അത് കണ്ടു. ആ പടത്തിൽ ചില ഭാഗങ്ങളിൽ അത് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങളാണ് അവരെ കാണിച്ചത്. പക്ഷെ നമ്മളിൽ കുറേ പേര് എന്ത് ചെയ്യും, അതിനെ വൾഗറാക്കി ചിത്രീകരിച്ചുകൊണ്ട് നമ്മൾ പോകും. അതാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ വസ്ത്രധാരണം ഒരാളിൻ്റെ ചോയ്സ് തന്നെയാണ്. പക്ഷെ അത് ഏത് ലെവലിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്ന് തീരുമാനിക്കേണ്ടത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. ഏതൊരു വസ്ത്രവും നന്നായിട്ടും ധരിക്കാം, അല്ലാതെ മറ്റൊരു രീതിയിൽ. ഇപ്പം നല്ല സാരിയും ബ്ലൗസും, നല്ല ഡ്രസ്സ് സാരിയും ബ്ലൗസുമാണ് എന്നാണ്, ഓക്കെ. പക്ഷെ ആ സാരിയുടെ ഭാഗം ഇവിടെ താഴെ അറ്റം വരെ കൊണ്ടുവച്ചിട്ട് ഈ വയറ് മുഴുവൻ പുറത്ത് കാണിച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ച് റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചു പോകുകയും, അല്ലെങ്കിൽ സാരി ഇട്ടേക്കുന്ന ബ്ലൗസ് ഇങ്ങനെ വെട്ടിയിറക്കിയിട്ട് ഈ സാരി താഴത്തോട്ട് വെച്ചാൽ ഈ സാരിയും ബ്ലൗസും ഇട്ടതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എല്ലാം ക്ലിയർ ആയി കിട്ടിയല്ലോ, അതാ എല്ലാം മനസ്സിലാവണം, അതേ ഉള്ളൂ. അപ്പം ഏത് ഡ്രസ്സ് എങ്ങനെ ധരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ചോയ്സാണ്. അത് അവരുടെ ബുദ്ധി, യുക്തി, വകതിരിവ്, വിവേചന ബുദ്ധി, ബോധം, ഇങ്ങനെ പലതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, സമൂഹം എന്ന് പറയുന്നത് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉണ്ട് നമ്മൾ അങ്ങനെ ഇടുന്നതിലുണ്ടെങ്കിൽ സമൂഹം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണമുണ്ട്. PK-യിൽ എല്ലാ ആഴ്ച കളഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ചില ഇംഗ്ലീഷ് ഫിലിംസ് എടുക്കുമ്പോഴത്തേക്ക് അതെ. അപ്പം അത് അങ്ങനെ വേണ്ടി വരുന്നത് സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അതിന് അവാർഡ് കിട്ടും, അംഗീകാരം കിട്ടും, നമ്മളത് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഇപ്പോൾ ഒരു സെക്സ്, ഇപ്പം ദിയ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുമായിരിക്കും. ആ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു റേപ്പ് സീൻ ചെയ്യാൻ ആർക്കും തയ്യാറല്ലെങ്കിൽ എന്നെ വിളിക്കും. അതിനകത്ത് ന്യൂഡ് വേഷത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സീൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിളിക്കും. ആ ഡിമാൻഡ് ആവശ്യപ്പെടുകയാണ്, താങ്കൾ ഡയറക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വന്ന് ചെയ്യും. അത് ചെയ്യാൻ ഞാൻ മനസ്സ് കാണിക്കുന്നതും അത് പെർഫെക്ഷനിൽ കൊണ്ടുവന്നെങ്കിലേ എനിക്ക് അവാർഡ് കിട്ടത്തുള്ളൂ, അല്ലേ? പക്ഷേ അതല്ലാതെ അതേ ടൈപ്പ് ഞാൻ പബ്ലിക്കായിട്ട് റോഡിലൂടെയോ പബ്ലിക് പ്ലേസിലോ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനം എടുക്കുമോ? അപ്പോൾ പൊതുബോധം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനങ്ങൾ, പബ്ലിക്ക് ഏറ്റവും വലുതാണ്. ആര് പറഞ്ഞാലും എനിക്കെന്തെന്ന് ചോദിക്കുന്ന സെൽഫിഷ് മെൻറ്റാലിറ്റികൾ അധികകാലം മുമ്പോട്ട് പോവില്ല. അവർക്കും ആവാം എന്തും, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് പേര് വസ്ത്രധാരണവും മറ്റ് പലതും ഒക്കെ ലഹരിയും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് തുടക്കക്കാരനായ ആൾ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ സൈലൻ്റായിട്ടാണ് എല്ലാം കണ്ടുകൊണ്ട്. ഒരു ഡേ വരും, എവരി ഡോഗ് ഹാസ് എ ഡേ, ഡേ വിൽ കം എന്ന് പലപ്പോഴും ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു സംഗതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ നല്ല സമയങ്ങൾ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന, ഞാൻ ശരിയാണ് എന്ന് ലോകം വിളിച്ചു പറയുന്ന, അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമ്പോൾ എത്രയൊക്കെ വന്നാലും ഈ 110 കോടി അല്ലെങ്കിൽ നമ്മുടെ 4 കോടി 3.5 കോടി കഴിഞ്ഞു 4 കോടി മലയാളികൾ നമ്മളെ ഒരിക്കലും അംഗീകരിക്കുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഈ 5 വിരലും 5ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എൻ്റെ ഈ 5 വിരലും ഒരേപോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ വൈകല്യം ഉണ്ടെന്നാണ് അർത്ഥം, അല്ലേ? പക്ഷേ എൻ്റെ ആഗ്രഹം ഈ 5-ൽ 3 പേരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. എനിക്ക് അത്രേ താല്പര്യമുള്ളൂ. ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ 3 പേരെ ഞാൻ വെറുപ്പിക്കില്ല. അപ്പം മെജോറിറ്റി ആയില്ല. അതുകൊണ്ട് സൂപ്പർ ജിംനി പടത്തിലൂടെ നിങ്ങളുടെ മക്കൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കുക. ഇത് ഒരുപാട് ആൾക്കാർ വന്നിരുന്ന വീഡിയോ ഇടാൻ തക്ക രീതിയിലില്ല. ചെറിയ ഒരു മീഡിയം ബഡ്ജറ്റ് പടമാണ്. പക്ഷേ അധിക പബ്ലിസിറ്റി ഇതിൻ്റെ ഇടയിലൊക്കെ ഇട്ട് പോകാനുള്ള ഒരു ചുറ്റുപാട് ഇന്നത്തെ സാഹചര്യവും സാമ്പത്തിക പ്രശ്നവും ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് തിയേറ്ററിൽ വന്നിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് OTT ഇല്ല. എന്നാലും മറ്റേ ഇംഗ്ലീഷ് പടം എന്ന് പറയുന്നത് തിയേറ്ററിൽ വരാതെ നേരിട്ട് OTT വന്നു. ഹോട്ട്സ്റ്റാറിലുണ്ട്. ഞാൻ ഹോട്ട്സ്റ്റാറിലൂടെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ അങ്ങനെ വരുന്നുണ്ട്.